മാല്യങ്കര SNM കോളേജിലെ 1977-79 പ്രീ ഡിഗ്രി ബാച്ച് കൂട്ടായ്മയായ കോളേജ് ഡേയ്സിന്റെ ആഭിമുഖ്യത്തിൽ ശിവഗിരി മഠം സന്ദർശിച്ചു. മഠം സന്ദർശിച്ച വേളയിൽ സ്വാമി ഋതംബരാനന്ദ ശിവഗിരി മഠത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിശദീകരിച്ചു നൽകി. ശാരദാമഠം എല്ലാവരും കണ്ടല്ലോ. ശാരദാമഠം ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതാണ്. വിദ്യാദേവതയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 1912 അതിന്റെ പ്രതിഷ്ഠ. അപ്പൊ അതിന്റെ നിർമ്മാണമൊക്കെ ഗുരുദേവൻ തന്നെ നേരിട്ട് മേൽനോട്ടം വഹിച്ച് ചെയ്യിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ചുറ്റുമതിൽ കാണുന്ന റൗണ്ട് മതിൽ കാണുന്നുണ്ടല്ലോ, അതിനകത്തുള്ളതെല്ലാം ഗുരുദേവൻ തന്നെ നേരിട്ട് സൂപ്പർവൈസ് ചെയ്ത് പണിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് 8 പട്ടത്തിലുള്ള ഒരു ബിൽഡിംഗ് ആണ്, അഷ്ടകോൺ മന്ദിരം. സാധാരണ ഭാരതത്തിലെ ക്ഷേത്രങ്ങളൊക്കെ നോക്കിയാൽ ശ്രീകോവിലിന് ഒരിക്കലും ജനാലകളും വെന്റിലേറ്ററുകളും ഒന്നും കാണത്തില്ല. പിന്നെ ഒറ്റ വാതിലാണ് ഫ്രണ്ടിൽ. ഇതിനങ്ങനെയല്ല, ഫ്രണ്ടിലും ബാക്കിലും വാതിലുകളുണ്ട്. പിന്നെ 8 പട്ടത്തിലും 8 ഫേസ് ഉണ്ട്. ആ 8 ഫേസിലും വെന്റിലേറ്ററിനോട് കൂടിയ ജനാലകളുണ്ട്. ഗ്ലാസ്സുമാണ് ഇട്ടിരിക്കുന്നത്. അത് അന്നുള്ളതിൽ ഉടഞ്ഞു പോയത് മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അങ്ങനെ തന്നെ നിൽക്കുക. അന്നുള്ള തടിയുമാണത്. പിന്നെ ഇവിടെ നിവേദ്യം വെച്ചുള്ള പൂജകളില്ല, പുഷ്പാർച്ചന മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഈ ക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടത്തിയ പരിപാടികൾ ശ്രദ്ധിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്, കലകളുടെയും സാഹിത്യത്തിൻ്റെയും സ്പോർട്സിൻ്റെയും ഒക്കെ പ്രോത്സാഹനത്തിന്, വനിതാ വിമോചനത്തിനൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഗുരുദേവനോട്. അപ്പോൾ അത് കലകളുടെയും സാഹിത്യത്തിൻ്റെ പ്രോത്സാഹനത്തെക്കുറിച്ച് പറയുമ്പോൾ അന്നത്തെ ക്ഷേത്രകലയായിരുന്ന ഹരികഥാ കാലക്ഷേപം, പിന്നെ അത് ഹരികഥ എന്നാണ് അറിയപ്പെടുന്നത്. ഹരികഥാ കാലക്ഷേപം ഉണ്ടായിരുന്നു, നാടൻ ഭക്തി ഗാനങ്ങളുണ്ടായിരുന്നു, ഭജൻ. അതുകൂടാതെ ശാസ്ത്രീയ സംഗീതം ഉണ്ടായിരുന്നു, ഉപകരണ സംഗീതം ഉണ്ടായിരുന്നു, ഓട്ടംതുള്ളൽ, കഥകളി, നാടകം, സിനിമറ്റോഗ്രാഫ്, ഇത്രയും കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. മഹാകവി കുമാരനാശാനായിരുന്നു പ്രതിഷ്ഠാ കമ്മിറ്റിയുടെ സെക്രട്ടറി. അതുകൂടാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പോർട്സ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് സ്പോർട്സ് എന്നുള്ള സാങ്കേതിക പദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഒരു വിദ്യാർത്ഥി സമ്മേളനം. പിന്നെ സ്ത്രീകളന്ന് വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്നുള്ള നിബന്ധന നിൽക്കുന്ന സമയമാണ്. സാമൂഹികമായ അംഗീകാരം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗുരുദേവൻ അന്ന് ഒരു സ്ത്രീ സമാജം, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സമ്മേളനം ഈ ക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഭാരതത്തിലെ ക്ഷേത്ര പ്രതിഷ്ഠകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കലകളുടെയും സാഹിത്യത്തിൻ്റെയും സ്പോർട്സിൻ്റെയും ഒക്കെ പ്രോത്സാഹനത്തിനും സ്ത്രീ വിമോചനത്തിനും വേണ്ടി പ്രാധാന്യം കൊടുത്ത മറ്റൊരു ക്ഷേത്ര പ്രതിഷ്ഠയും അതിന് മുമ്പുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രത്തോളം ചരിത്രപരമായി പ്രാധാന്യമുണ്ട്. ഇതെല്ലാം 1912 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 അതിന് 3.5 പതിറ്റാണ്ട് മുമ്പാണ് ഗുരുദേവൻ ഇതെല്ലാം നടത്തിയിരിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഭരണാധികാരികളോ അതും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പാണ് ഗുരുദേവൻ ഇതിവിടെ പ്രായോഗികമാക്കി കാണിച്ചിരിക്കുന്നത്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന സന്ദേശം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗുരുദേവൻ തന്നെ നേരിട്ട് ആരംഭിക്കുന്നു. അരുവിപ്പുറത്ത് സ്കൂൾ തുടങ്ങി, ശിവഗിരിയിൽ തുടങ്ങി, ആലുവയിൽ തുടങ്ങി. അന്നെല്ലാം സംസ്കൃത സ്കൂളുകളാണ്. അന്ന് സംസ്കൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമൊന്നും കുറഞ്ഞിട്ടില്ല. പക്ഷേ ഗുരുദേവൻ പറഞ്ഞു, സംസ്കൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞാണ് വരുന്നത്, ഇംഗ്ലീഷാണ് മുഖ്യം. ഭാവി ലോകവുമായി നമുക്ക് ബന്ധപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിച്ചാലേ ഒക്കുള്ളൂ. എന്നിട്ട് ഗുരുദേവൻ അതിന് മാതൃക കാണിച്ചുകൊണ്ട് ആലുവ സംസ്കൃത സ്കൂളിൽ അന്നത്തെ കാലത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഇംഗ്ലീഷ് അധ്യാപകനെ പോസ്റ്റ് ചെയ്ത് ക്ലാസ്സുകൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എയ്ഡഡ് സംവിധാനം അന്നില്ല. ശമ്പളം കൊടുക്കുന്നത് മാനേജറാണ്. ഔട്ട് ഓഫ് സിലബസിലാണ് ഗുരുദേവൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനോട് തുടക്കം കുറിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അതിന് ഊന്നൽ നൽകിക്കൊണ്ട് ശിവഗിരിയിൽ മാതൃകാ പാഠശാല തുടങ്ങി ഗുരുദേവൻ. അതിന് സിലബസും ഗുരു തന്നെ സ്പെസിഫൈ ചെയ്തു. അതിന് കൊടുത്തിരുന്ന പേര് മാതൃകാ പാഠശാലയാണ്. കൃഷിയും മെക്കാനിസവുമാണ് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ തുടക്കം കുറിച്ചത്. ഇന്നാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ 6ാം ക്ലാസ് കഴിഞ്ഞവർക്കുണ്ട്. അത് കഴിഞ്ഞ് തോറ്റവർക്കും ജയിച്ചവർക്കും ITI ഉണ്ട്, ITC ഉണ്ട്. അതുകൂടാതെ പോളിടെക്നിക് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ഇന്ന് IIT വരെ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അനൗപചാരിക വിദ്യാഭ്യാസം, ഗുരുദേവൻ നിശാ പാഠശാലകൾ സ്ഥാപിച്ച് തുടങ്ങി. ഇവിടെ തിരുവിതാംകൂറിൽ മാത്രമല്ല, 1918 ഗുരുദേവൻ സിലോൺ സന്ദർശിച്ചു, ഇന്നത്തെ ശ്രീലങ്കയിൽ.
അപ്പോൾ അവിടെ ഒരു 42 നിശാപാഠശാലകൾ ഗുരുദേവൻ സ്ഥാപിച്ചു. എന്നിട്ട് ബോധാൻ സ്വാമി ഉൾപ്പെടെയുള്ളവരെ അവിടെ നിർത്തിയിട്ട് ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി അവിടെ നിർത്തിയിട്ടാണ് പോരുന്നത്. അപ്പോൾ അങ്ങനെ അന്നത്തെ അനൗപചാരിക വിദ്യാഭ്യാസം ഇപ്പോഴും പ്രായോഗികമായിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത നേടുന്നത് കേരളമാണ്. ഇന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പലതും ആ രംഗത്തേക്ക് കാര്യമായിട്ട് എത്തിയിട്ടില്ല. അതുകൂടാതെ 10ാം തരം തുല്യതാ പരീക്ഷ, അത് പറയുമ്പോഴാണ് മറ്റൊരു കാര്യം ഓർക്കുന്നത്. ഗുരുദേവൻ SNDP യോഗത്തിന് അന്നൊരു സന്ദേശം കൊടുക്കുന്നു. അതിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്, ഈ സമുദായത്തിൽ പ്രൈമറി വിദ്യാഭ്യാസമെങ്കിലും നേടാത്ത ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ലിംഗഭേദം ഇല്ലാതെ തന്നെ എന്ന് പറഞ്ഞൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അത് രേഖാമൂലം കൊടുത്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ 10ാം തരം തുല്യതാ പരീക്ഷ ലക്ഷ്യം കൈവരിച്ചു. ഇപ്പോൾ +2 തുല്യതാ പരീക്ഷ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നീങ്ങുകയാണ്. അപ്പം അടുത്ത് വരുന്നത് ഗ്രാജുവേഷൻ എന്നാണ്. അന്ന് ഗുരുദേവൻ പറഞ്ഞത്, ഈ സമുദായത്തിൽ പ്രൈമറി വിദ്യാഭ്യാസമെങ്കിലും നേടാത്ത ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ ഗുരു ഇന്നാണെങ്കിൽ എന്തു പറയുമായിരുന്നു? ഒരു 4 PhD എങ്കിലും ഇല്ലാത്തതും പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള മോഡേൺ ടെക്നോളജി അറിയാത്ത ഒരാൾ പോലും ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ സ്കോളർഷിപ്പ് സമ്പ്രദായം. സഹോദരൻ അയ്യപ്പൻ മദിരാശിയിൽ BA-ക്ക് പഠിക്കാനായി ചേർന്നിരുന്നു. പല കാരണങ്ങളാൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം തിരികെ വന്ന അദ്വൈതാശ്രമത്തിൽ ഒന്ന് ഗുരുവിനെ കാണുമ്പോൾ ഗുരുദേവൻ അന്ന് കുമാരനാശാനാണെന്ന SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആശാൻ ഒരു കത്തെഴുതി കൊടുത്തു വിടും. അതിലെഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഈ കത്തുമായി വരുന്ന K അയ്യപ്പന് SNDP യോഗത്തിൻ്റെ ഫണ്ടിൽ നിന്നും 100 ഉറുപ്പിക വിദ്യാഭ്യാസ ധനസഹായമായി നൽകണം. എന്ന് പറഞ്ഞാൽ സംഘടനകൾ കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കണം, സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കണം എന്നുള്ളതിന് തുടക്കം കുറിക്കുകയാണ്, മാതൃക കാണിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മഹാവി കുമാരനാശാനെ ഡോക്ടർ പൽപുവിനോടൊപ്പം ആദ്യം മൈസൂരിൽ അയച്ചു പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് ബംഗാളിൽ അയച്ചു പഠിപ്പിച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തികൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കണം, അതിന് മാതൃക കാണിച്ചതാണ്. അതുപോലെ തന്നെ ഗുരുദേവൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലയിടത്തും തുടങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഗുരുദേവൻ, അത് കൂടാതെ നടരാജഗുരുവിനെ പാരീസിൽ സെർബോൺ യൂണിവേഴ്സിറ്റിയിൽ അയച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. പോകുമ്പോൾ ഒരു പണക്കിഴിയും കൊടുക്കുന്നുണ്ട് ഗുരുദേവൻ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാരമ്പര്യമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തോടൊപ്പം തന്നെ നമ്മൾ പാശ്ചാത്യ വിദ്യാഭ്യാസവും നേടണമെന്നുള്ളതിനെ മാതൃക കാണിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ വിദ്യാഭ്യാസ രംഗത്ത് ഗുരുവിൻ്റെതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ, ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ വൈദിക മഠം, ഗുരുദേവൻ താമസിച്ചിരുന്ന കെട്ടിടമാണ് വൈദിക മഠം. വൈദിക മഠം എന്ന് അതിന് പേര് വരാൻ കാരണം, അന്നത്തെ സാമൂഹികമായ അന്തരീക്ഷത്തിൽ ബ്രാഹ്മണർക്ക് മാത്രമേ ഈ വൈദിക താന്ത്രിക വിധികളൊക്കെ പഠിക്കാനും പൂജകളൊക്കെ നടത്താനുമുള്ള അധികാരം ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ടായിരുന്നു. അല്ലേ അവരങ്ങനെ വരുത്തിയിരുന്നു. ഗുരുദേവൻ അന്നത്തെ കാലത്ത് ഇവിടെ അന്തേവാസിയായിരുന്ന ശങ്കരൻ പരദേശി എന്നൊരാളിനെ കാശിയിൽ അയച്ച് ഇതെല്ലാം പഠിപ്പിച്ചിട്ട് തിരികെ ഇവിടെ കൊണ്ടുവന്ന് ഈ വൈദിക മഠത്തിൻ്റെ തിണ്ണയിൽ വെച്ചിട്ട്, ആ കെട്ടിടത്തിൻ്റെ തിണ്ണയിൽ വെച്ചിട്ട് ഹരിജൻ ബാലന്മാരെ ഉൾപ്പെടെ ഇവിടെ ഇരുത്തി ഈ വൈദിക താന്ത്രിക വിധികളൊക്കെ പഠിപ്പിക്കുകയും അവരെ തന്നെ ശാരദാമഠത്തിലും മറ്റും ശാന്തിക്കാരായി പൂജയ്ക്കും മറ്റുമൊക്കെ നിയോഗിക്കുകയും ചെയ്തു. ഗാന്ധിജി ഇവിടെ സന്ദർശിക്കുമ്പോഴൊക്കെ തീർത്ഥവും പ്രസാദവും ഒക്കെ കൊടുത്ത ഈ ഹരിജൻ ബാലന്മാരാണ്. അതുകൊണ്ടാണ് ആ കെട്ടിടത്തിന് വൈദിക മഠം എന്ന് പേര് വന്നത്. അപ്പോൾ അതിനകത്ത് ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന 2 AC ചെയർ ഉണ്ട്, ഒരു കട്ടിലുണ്ട്, 4 വടിയുണ്ട്. അത് അത്രയും ഗുരുദേവന്റെ ബിലോങ്ങിങ്സ് ആണ്. 1922 നോബൽ സമ്മാന ജേതാവായ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഇവിടെ ഗുരുദേവനെ സന്ദർശിക്കുന്ന വൈദിക മഠത്തിൽ വെച്ചാണ്. അദ്ദേഹത്തോടൊപ്പം ദീനബന്ധു CF ആൻഡ്രൂസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റുമായിരുന്നു, ഫിലോസഫറുമായിരുന്നു, യൂറോപ്യനാണ്. അതുകൂടാതെ C രാജഗോപാലാചാരിയും മറ്റുമൊക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1925 മാർച്ച് 12-ാം തീയതി മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വരുന്നു. ഗാന്ധിജി ഇവിടെ 3 തവണ വന്നിട്ടുണ്ട്. ആദ്യം വരുന്നത് ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോഴാണ്, അത് 1925-ലാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു ടണൽ വ്യൂ ഉണ്ട്, കടലിലേക്കുള്ള തുരപ്പ് ഓപ്പണിംഗ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ആലിമുട്ടിച്ചന്നമാർ പണിയഴിച്ച വനജാക്ഷി മന്ദിരം എന്ന് പറഞ്ഞൊരു വീടുണ്ടായിരുന്നു അവരുടെ. ആ വീടിന് ഗാന്ധി ആശ്രമം എന്ന് പേര് കൊടുത്ത് ഗുരുദേവനും ശിഷ്യപരിവാരങ്ങളോട് അവിടെ വെച്ച് ഗാന്ധിജിയെയും പരിവാരങ്ങളെയും സ്വീകരിക്കുന്നു. അതിനുശേഷം ഗുരുദേവനും ഗാന്ധിജിയും ഒരുമിച്ച് നടന്ന് ഇവിടെ വന്നിട്ട് പിന്നെ ഈ വൈദിക മഠത്തിൽ ഒരു രാത്രി താമസിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഡയറി ഉണ്ട്.
അത് ഗുജറാത്തിയിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗാന്ധിജിയുടെ ഡയറി ഫുൾ ടെക്സ്റ്റായിട്ട്. അപ്പോൾ അതിനകത്ത് ഗുജറാത്തിയിൽ പബ്ലിഷ് ചെയ്ത ഡയറിയുടെ 180 പേജിൻ്റെ മിഡിൽ ഭാഗത്ത് വർക്കല ന്യൂസായിട്ട് കൊടുത്തിട്ടുണ്ട്. വർക്കല എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ട്രാവൻകൂറാണ് ആ മഹാറാണി സാത്തയെ മുലാഖാത്ത എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ മഹാറാണിയെ സന്ദർശിച്ചു ആര് ഗാന്ധിജി. പിന്നെ ഈഴവാനാം ധാർമ്മിക നേതാനാം നിവാസസ്ഥാന് ശിവഗിരി മട്ടുവാൻ രാത്രിരഹിയ, ഈഴവരുടെ മതനേതാവിൻ്റെ താമസ സ്ഥലമായ ശിവഗിരി മഠത്തിൽ രാത്രി തങ്ങി എന്ന് ആ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത പേജ് 181 പേജിൻ്റെ മിഡിൽ ഭാഗത്ത് ആലുവ ന്യൂസുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആലുവ എന്ന് കഴിഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു സ്വാമിഭ്യോ സ്ഥാപയില്ല അദ്വൈത ആശ്രമനി മുലാഖാത്ത, ശ്രീനാരായണ ഗുരു സ്വാമി സ്ഥാപിച്ച അദ്വൈതാശ്രമം സന്ദർശിച്ചു എന്നും ഗാന്ധിജി എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഔട്ട് ഓഫ് പ്രിൻ്റ് ആണ്. ഏതായാലും ഒരു പേഴ്സണൽ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അത് ഇപ്പോൾ നമുക്ക് അല്ലാതെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഞാനത് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഗാന്ധിജി 3 തവണയാണ് ഇവിടെ സന്ദർശിച്ചിരിക്കുന്നത്. 2 തവണ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചതിന് ശേഷമാണ്. പിന്നെ ഇവിടെ വെച്ചുള്ള സംഭാഷണമൊക്കെ ഫേമസ് ആണല്ലോ. ഗാന്ധിജി ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ശാസ്ത്രീയതയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു വിഫല ശ്രമം നടത്തി. അതിനുവേണ്ടി ഉദാഹരണമായിട്ട് അവിടെ വന്ന മാവിൻ്റെ ഇലകൾ ചൂണ്ടിക്കാണിക്കുകയും അതിന് മറുപടിയായിട്ട് ഗുരുദേവൻ കൊടുത്തതൊക്കെ ജീവചരിത്രങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വൈദിക മഠം, അങ്ങനെയാണ് വൈദിക മഠം എന്നതിൻ്റെ പേര് വരുന്നത്. ഓക്കെ. പിന്നെ ഉള്ളത് റിക്ഷാമണ്ഡപം മുകളിൽ, അതിൻ്റെ തൊട്ട് മുകളിൽ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഗുരുദേവനെ അവസാന കാലത്ത് ഏതാണ്ട് ഒരു 4-4.5 വർഷത്തോളം റിക്ഷയിൽ അടുത്തുള്ള യാത്രയ്ക്ക് ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ് പറയുന്നത്. അത് കൊല്ലത്ത് പ്രാക്കുളത്തുള്ള അയ്യൻ കേശവൻ പറഞ്ഞ അന്നത്തെ കാലത്ത് കയർ എക്സ്പോർട്ടർ ആയിരുന്ന ഒരാൾ വാങ്ങിച്ച് കൊടുത്തതാണ്. അന്ന് സമൂഹത്തിൽ റിക്ഷകളുള്ള ആളുകൾ വളരെ ചുരുക്കമായിരുന്നു. ഉള്ള റിക്ഷകൾ തന്നെ ഹാൻഡിൽ ഇങ്ങനെ പിടിച്ച് പൊക്കുമ്പോൾ സീറ്റ് പുറകോട്ട് മലന്നു പോകുന്ന രീതിയിലുള്ള ഡിസൈനായിരുന്നു. അപ്പോൾ ഈ അയ്യൻ കേശവൻ ഇങ്ങനെ ഗുരുദേവൻ ഇരുന്നാൽ ചരിഞ്ഞു പോകാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കിച്ചിട്ട് അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, കൊച്ചിയിൽ ഓട്ട് കമ്പനി നടത്തിയിരുന്ന ഒരു സാഹിബ് വോൾക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വോൾക്കർ അല്ല, കാമറൂൺ ആണ്. കാമറൂൺ എന്ന് പറഞ്ഞൊരു സാഹിബ് കൊച്ചിയിൽ ഓട്ട് കമ്പനി നടത്തിയിരുന്നു. അയാളുടെ കൈ കൊടുത്തിട്ട് അയാളത് ഹോങ്കോങ്ങിൽ കൊണ്ടുപോയി അവിടെ നിന്ന് നിർമ്മിച്ച് അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും സിംഗപ്പൂരിൽ നിന്ന് സിലോണിലേക്കും ഒക്കെ ഷിപ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് ആ റിക്ഷ. അത് പണ്ടൊക്കെ ശിവഗിരിയിൽ 2 തവണ മാത്രമേ വർഷത്തിലൊരിക്കൽ 2 തവണ പുറത്തെടുക്കുള്ളായിരുന്നു, ജയന്തിക്കും തീർത്ഥാടനത്തിനുള്ള ഘോഷയാത്ര. ഇപ്പോൾ പിന്നെ നമ്മളതൊരു മണ്ഡപം ഉണ്ടാക്കി എല്ലാവരും കാണത്തക്ക രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഘോഷയാത്രയ്ക്ക് വേറെ ഇതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ റിക്ഷാമണ്ഡപം ഉണ്ട്. അതിനകത്ത് തന്നെ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന 2 കസേരകളും പിന്നെ ഒരു വെള്ളി ടംബ്ലർ. അതായത് അയ്യൻ കേശവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ വേറൊരു കേശവനുണ്ട് കൊല്ലത്ത് തന്നെ. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് വെള്ളമോ പാലോ എന്തെങ്കിലും ഗുരുവിന് കൊടുത്താൽ ആ വെള്ളി ടംബ്ലറിലാണ് കൊടുത്തിരുന്നത്. അത് ഒരു ചെറിയ ബോക്സിൻ്റെ പുറത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബോധാൻ സ്വാമിയുടെ സമാധി ഉണ്ടാവും പിന്നെ കാണാനുള്ളത്. ബോധാൻ സ്വാമിയുടെ സമാധി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ബോധാൻ സ്വാമിയാണ് ഗുരുദേവൻ ശിഷ്യപ്രധാനിയായിട്ട് അല്ലെങ്കിൽ അനന്തരഗാമിയായിട്ട് ശാരദാമഠത്തിന് മുമ്പിൽ വെച്ച് അഭിഷേകം ചെയ്ത് വാഴിച്ചത്. ബോധാൻ സ്വാമി ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അന്നത്തെ കാലത്ത് ധർമ്മഭട സംഘം എന്ന പേരിൽ ഒരു രഹസ്യ സംഘടന രൂപീകരിച്ച് അവിടെ യുവജനങ്ങളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്ത് അവർക്ക് കായിക പരിശീലനമൊക്കെ നൽകി ജാതിയുടെ പേരിൽ ആരെയെങ്കിലും ഉപദ്രവിച്ചാൽ അതിന് ജീവൻ ബലി കൊടുത്തും പകരം ചോദിക്കും എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് കുറച്ച് പ്രാകൃതമാണ്. കടാരയൊക്കെ കുത്തിയിറക്കി അതിൽ വിരലിങ്ങനെ പൊന്തിയിട്ട് ആ രക്തമെടുത്ത് ആ രക്തക്കുറിയൊക്കെ ചാർത്തി പ്രതിജ്ഞ ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ പലയിടത്തും പ്രശ്നങ്ങൾ ജാതിയുടെ പേരിൽ ഉപദ്രവിച്ചവരെ തിരിച്ചു തല്ലിയിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ ബോധാനന്ദ സ്വാമിയെക്കുറിച്ച് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന കമൻസ് ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ എന്ന്. അപ്പോൾ ബോധാനന്ദ സ്വാമിയുടെ സമാധി മണ്ഡപമാണ് അവിടെ കാണുന്നത്. ബോധാനന്ദ സ്വാമി നല്ലൊരു ഗണപതി ഉപാസകനുമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം, അദ്ദേഹം ഒരു വീട്ടിലെ പൂജ നടത്താനായിട്ട് പോയി. അവിടെ ഗണപതി ഹോമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിവേദിക്കാനായിട്ട് മോദകവും ഉണ്ണിയപ്പവും ഒക്കെ ഉണ്ടാക്കി വീട്ടുകാർ കൊണ്ടുകൊടുത്തു. വീട്ടുകാരനിടയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞിട്ട് വരുമ്പോൾ ബോധാനന്ദ സ്വാമി ഈ മോദകവും ഉണ്ണിയപ്പവും ഒക്കെ എടുത്ത് കഴിക്കുന്നതാണ് വീട്ടുകാരൻ കണ്ടത്. അയാൾ ചൂടായപ്പോൾ ബോധാനന്ദ സ്വാമി ഇങ്ങനെ പുറകോട്ടൊന്ന് ചരിഞ്ഞു നോക്കിയെന്നാണ് പറഞ്ഞത്. അപ്പം തന്നെ വീട്ടുകാരൻ ബോധം കെട്ട് വീണമെന്നാണ് പറഞ്ഞത്. കാരണം നോക്കുമ്പോൾ ഒരു ആനയുടെ മുഖമാണ് കാണുന്നത് മോദകം തിന്നുന്നത്. അപ്പം അങ്ങനെ ഗണപതിയെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മുകളിൽ ഗുരുവിൻ്റെ
പിന്നെ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചത് 1928 സെപ്റ്റംബർ 20-നാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ബോധാൻ സ്വാമി സമാധി പ്രാപിച്ചു. പിന്നെ സമാധി മണ്ഡപത്തിൻ്റെ 68-ലാണ് അതിൻ്റെ പ്രതിമാ പ്രതിഷ്ഠ നടന്നിരിക്കുന്നത്. അത് മുഴുവൻ പണിയിച്ച് നൽകിയിരിക്കുന്നത് എം ബി മൂത്തേടത്താണ്. കേട്ടിട്ടുണ്ടോ? എം ബി മൂത്തേടത്ത്, ഷൊർണൂർ. എം ബി മൂത്തേടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് മൂത്തേടത്ത് പാറൻ എന്നായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് കോന്നി മേസ്തിരി. പണ്ട് കോൺട്രാക്ടർമാരെ മേസ്തിരി എന്നാണ് വിളിച്ചിരുന്നത്. കോന്നി മേസ്തിരിയുടെ കൂടെ അദ്ദേഹം ഒരു റെയിൽവേ കോൺട്രാക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ സഹായിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി സ്വന്തമായിട്ട് ഒരു റെയിൽവേ കോൺട്രാക്ടറാണോ. പക്ഷെ കോന്നി മേസ്തിരി അതിനത്ര താല്പര്യം കാണില്ല. കാരണം ഒരു നല്ല ചെറുപ്പക്കാരൻ്റെ സേവനം നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഗുരുദേവനെ വന്ന് കുറുക്കഞ്ചേരി വന്ന് കാണാം മൂത്തേടത്ത്. അപ്പം ഇങ്ങനെ എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറയും. അതിനെന്താ തുടങ്ങാമല്ലോ എന്ന് പറയും. അങ്ങനെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനുകൾ വെള്ള അടിക്കുന്ന ജോലി ഏറ്റെടുക്കും. അത് വൈറ്റ് വാഷിങ്. ഇന്നത്തെ പോലെ പെയിൻറ്റും മറ്റുള്ള സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. അങ്ങനെ കുറേ റെയിൽവേ സ്റ്റേഷനുകൾ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ജോലി എടുക്കുകയും അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറേ പൈസ ലാഭം കിട്ടുകയും ചെയ്തു. അന്ന് ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്. അപ്പോൾ സർക്കാർ രൂപയുണ്ട്, ബ്രിട്ടീഷ് രൂപയുണ്ട്. നിങ്ങൾ പഴയ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും. സർക്കാർ രൂപയ്ക്ക് 28 ചക്രവും ബ്രിട്ടീഷ് രൂപയ്ക്ക് 28.5 ചക്രവും, അര ചക്രം കൂടുതലാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യൻ റുപ്പിയും ഡോളറുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് പോലെ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് ബ്ലേഡൊക്കെ നടത്തുന്ന ആളുകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റുകളിൽ കൊണ്ടുവന്ന് പാവപ്പെട്ട കച്ചവടക്കാർക്ക് സർക്കാർ രൂപ കണക്കാക്കി രാവിലെ പൈസ കൊടുക്കും. ഉച്ച കഴിയുമ്പോൾ ബ്രിട്ടീഷ് രൂപ കണക്കാക്കി തിരികെ എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ ഫോട്ടോ പതിച്ച നാണയമാണ്. അതിലൊരു 5 ബ്രിട്ടീഷ് രൂപ ഗുരുദേവന് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഗുരുദേവൻ അതിൽ നിന്ന് 3 നാണയം തിരികെ കൊടുക്കുകയും 2 നാണയം സ്വീകരിക്കുകയും ചെയ്യും. ആ 3 നാണയം ഇപ്പോഴും മൂത്തേടത്തിൻ്റെ കുടുംബ വീട്ടിൽ ഒരു ചെല്ലത്തിലാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം റെയിൽവേയിൽ ചെറിയ ചെറിയ കോൺട്രാക്റ്റുകളൊക്കെ എടുത്തു നിന്ന് അങ്ങനെ കുറേ പൈസയൊക്കെ ആയപ്പോഴാണ് ഇവിടെ ഗുരുദേവൻ്റെ മഹാസമാധി നടക്കുന്നത് 28-ൽ. മഹാസമാധിയൊക്കെ കഴിഞ്ഞു. അന്ന് SNDP യോഗമായിട്ടുള്ള കേസുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സമാധി മണ്ഡപത്തിൻ്റെ പണിയൊന്നും നടക്കുന്നില്ല. ഒരു കമ്മിറ്റിയൊക്കെ എടുത്ത് പലതവണ കൂടി ഇങ്ങനെ പറഞ്ഞു പിരിഞ്ഞതല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അന്നത്തെ മഠാധിപതിയായിരുന്നു, അതായത് ഏറ്റവും ഒടുവിലത്തെ മഠാധിപതി, ഗുരുവിൻ്റെ നേർ ശിഷ്യനായിരുന്ന ശങ്കരാനന്ദ സ്വാമികളുണ്ട്. അപ്പോൾ അദ്ദേഹം മരണം വരെ ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. ആ സമാധി മണ്ഡപത്തിൻ്റെ പണി നടക്കുന്നില്ലെങ്കിൽ മരണം വരെ. അങ്ങനെ അതുമൊക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ MB മൂത്തേടത്ത് വന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് ഞാൻ ചെയ്തു തരാം. അദ്ദേഹം വലിയ കോൺട്രാക്റ്റിലൊന്നും അത്ര വലിയ ഇതിൽ സാമ്പത്തിക സ്ഥിതിയിലൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പിന്നെ റെയിൽവേയിൽ വലിയ വലിയ കോൺട്രാക്റ്റുകൾ കിട്ടുകയും അതിൽ നിന്ന് ധാരാളം പണം ലാഭം കിട്ടുകയും ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ ഇതിൻ്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി ചുറ്റുമതിലും കെട്ടി അതിൻ്റെ റോഡിൻ്റെ ഔട്ടറിൽ ഒരു മതിലൂടെ കെട്ടാനായിട്ടുള്ള ബേസ്മെൻറ്റ് വിട്ടിരുന്നു. അത് ഞാൻ ഈ അടുത്ത കാലത്ത് അതിൻ്റെ ചുറ്റിനും കെട്ടിക്കാൻ വേണ്ടി വാനം തോണ്ടുമ്പോഴാണ് ഇത് കാണുന്നത്. മുത്തേടം അത്രയും പണി ചെയ്യിച്ചിരുന്നുള്ളത്. അപ്പോൾ ആ സമാധി മണ്ഡപമാണ് അവിടെ ഉള്ളത്. പിന്നെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, അതിൻ്റെ ഒരു സ്ഥലത്തും ഡൊണേറ്റഡ് ബൈ സോ ആൻഡ് സോ എന്നോ അല്ലെ ഡെഡിക്കേറ്റഡ് ബൈ സോ ആൻഡ് സോ എന്നോ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ മഹാസമാധി മന്ദിരം. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ഞങ്ങളുടെ വിദ്യാലയം. അതായത് ഗുരുദേവൻ 1924 ആലുവ അദ്വൈതാശ്രമ അങ്കണത്തിൽ വെച്ച് സർവ്വമത സമ്മേളനം സംഘടിപ്പിക്കുകയും അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഗുരുദേവൻ ഈ അവിടുത്തെ പല മതത്തിൻ്റെയും പ്രതിനിധികളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടതിന് ശേഷം എല്ലാ മതങ്ങളും മനുഷ്യരുടെ നന്മയാണ് ലാക്കാക്കുന്നതെന്നും ജീവൻ്റെ ഊർധ്വഗതിയാണ് ലക്ഷ്യീകരിക്കുന്നതും അതുകൊണ്ടും ഈ വിശ്വാസികൾ പരസ്പരം കലഹിച്ചിട്ട് ആവശ്യമില്ലെന്നും എല്ലാ മതങ്ങളും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി എല്ലാവരും പഠിക്കണമെന്നും അങ്ങനെ കിട്ടുന്ന അറിവിനെ പരസ്പരം വിനിമയം ചെയ്യുകയും പ്രയോഗത്തിൽ വരികയും ചെയ്യണമെന്ന് ഗുരു നിർദ്ദേശിച്ചു. അതിനുവേണ്ടി ശിവഗിരിയിൽ ഒരു മതമഹാപാഠശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടും അന്ന് തന്നെ 24-ൽ തന്നെ 5 ലക്ഷം രൂപ അതിനുവേണ്ടി വകകൊള്ളിക്കുന്നതായിട്ടും ഗുരുദേവൻ പ്രഖ്യാപിച്ചു. കാലക്രമത്തിൽ ഗുരുദേവൻ തന്നെ ഇതിൻ്റെ ശിലാസ്ഥാപനമൊക്കെ നടത്തി. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ പണികളൊന്നും പൂർത്തിയായി ഇവിടെ കോഴ്സുകൾ തുടങ്ങിയിരുന്നില്ല. 1970-ൽ പ്രകാശാനന്ദ സ്വാമി പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴാണ് ബ്രഹ്മവിദ്യാലയം ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് കുട്ടികളൊക്കെ, ഞങ്ങളൊക്കെ അവിടെ കുറേ കാലം പഠിച്ചു വന്നവരാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ കുറവാണ്, ആരും കുട്ടികളെ അയക്കുന്നില്ല. 4-5 പേരെ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
പിന്നെ ഇവിടെ 7 വർഷത്തെ കോഴ്സാണ്. അതിനകത്ത് ഭഗവത്ഗീത, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, സംസ്കൃതം അക്ഷരം മുതൽ പാണിനിയം വരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ പാതഞ്ജല യോഗദർശനം, തർക്കസംഗ്രഹം, പിന്നെ ബൈബിള്, ഖുറാന് തുടങ്ങിയുള്ള മതഗ്രന്ഥങ്ങളെക്കുറിച്ചെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ് ഈ 3 ഭാഷകളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് കാണാനുള്ളത്.